ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിങ്ങനെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് ഒരു മറുപടി പറഞ്ഞു, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന്. അപ്പോൾ നമ്മൾ എത്രയോ വിദൂരതയിലിരുന്നാണ് ഇത് ചെയ്യുന്നത്. അത്രയും ദേശങ്ങളിലേക്ക് ദൈവസ്തുതി എത്തുകയല്ലേ. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ എപ്പിസോഡും ആരംഭിക്കുന്നത് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞായിരിക്കും. അത് കഴിയുമ്പോൾ ഒരു പോസ് ഉണ്ടായിരിക്കും. ആ പോസ്റ്റിൻ്റെ നേരത്ത് നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ വീട്ടിൽ, ഇനി മൊബൈലിൽ ഓഫീസിലിരുന്നോ യാത്രാമധ്യയാണ് കാണുന്നതെങ്കിൽ ആരെയും അസ്വസ്ഥപ്പെടുത്തുമൊന്നും വേണ്ട. എന്നാലും നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒരു ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ പറഞ്ഞു. അത് പറഞ്ഞ് നമുക്ക് ശീലിക്കാമല്ലോ, നല്ല കാര്യമല്ലേ. നമ്മുടെ കാരുണ്യ വഴിയുടെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നോമ്പുകാല ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ പീഠാസഹനത്തെ ധ്യാനിച്ച് നമ്മൾ പോവുകയാണ്. 40 ദിവസമുണ്ട്. അതുകൊണ്ട് ഞാനും വലിയ തിരക്ക് പിടിക്കുന്നൊന്നുമില്ല. ചാടിക്കേറി കുരിശിനെക്കുറിച്ചും ഈശോയുടെ പീഠാസഹനത്തെക്കുറിച്ചുമൊക്കെ ധ്യാനിക്കാൻ, വിചിന്തനം ചെയ്യാൻ തിരക്ക് പിടിക്കുന്നില്ല. നമുക്ക് സമയമുണ്ട്. നമുക്ക് ഒരുമിച്ച് വളരെ സാവകാശം സ്നേഹപൂർവ്വം നടത്തേണ്ട ഒരു യാത്രയായിട്ട് ഇതിനെ മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ കുറേ നിർദ്ദേശങ്ങൾ വെച്ചു. ഓൾറെഡി നിങ്ങൾക്കറിയാവുന്ന ഈ കാരുണ്യ വഴി ഭംഗിയായിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഒരു പക്ഷേ നമ്മളിൽ കുറച്ച് പേര് ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, ഇത് തുടങ്ങിയാലും ഇടയ്ക്ക് വെച്ച് മുടങ്ങും. പലരും ചിന്തിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പം നോമ്പെടുക്കുന്ന കാര്യമാകട്ടെ, സന്ധ്യാപ്രാർത്ഥനയാകട്ടെ, പള്ളിയിൽ രാവിലെ കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞതാകട്ടെ, ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഉടനെ നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ളൊരു ചിന്തയാണ്, എന്നെക്കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാ ഞാൻ വെറുതെ എടുക്കുന്നത്. ഇതാണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു നെഗറ്റീവ് തോട്ട്. ഞാൻ തിരിച്ച് ചിന്തിക്കട്ടെ. പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും 10 ദിവസം ചെയ്യാൻ പറ്റിയ അത്രയായില്ലേ? 10 ദിവസം ചെയ്യാൻ പറ്റിയ അത്രയായില്ലേ? ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമല്ലേ 10-ാം പക്കം 15-ാം ദിവസം ഒരു മുടക്കം വീഴുന്നത്? അത്രയെങ്കിലും എത്തിയില്ലേ? നമ്മുടെ ഭാഗത്തുനിന്നൊരു ഡിസ്പോസിഷൻ ഇല്ലേ? ഒരു താല്പര്യമില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ അതൊക്കെ കർത്താവിനെ വിട്ടുകൊടുത്തേക്ക്. എന്നിട്ട് എളിമയോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകണം. നമ്മൾ ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധയുണ്ടാകണം. എന്തിനാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മളെ സാവധാനം ഒരു വിശുദ്ധീകരണത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായിരുന്നു അത്? കരുണയുടെ ജപമാല ചലനം. പറ്റുമ്പോഴൊക്കെ ചലനം, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ചലനം. ചൊല്ലി 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 അതിൻ്റെ എണ്ണം സൂക്ഷിക്കണം. എന്നിട്ട് നമുക്കതൊരു വലിയ മുന്നേറ്റമാക്കി മാറ്റണം. ആ എണ്ണം ശാലോമിൻ്റെ ഓഫീസിൽ വിളിച്ച് അറിയിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അപ്ഡേറ്റ് നൽകും. എത്രയായി കരുണക്കൊന്ത? ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഇട്ടാവട്ടത്തിലുള്ള ഈ കേരളത്തിൽ പോരാ, ഇത് ദേശം മുഴുവൻ ഒരു വലിയ മുന്നേറ്റമായിട്ടിത് മാറണം. കരുണക്കൊന്ത. പിതാവേ, പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളെ പ്രതി ഞങ്ങളോട്, ലോകം മുഴുവനോട് കരുണയായിരിക്കണമേ എന്ന് ജനം കേണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടും, നിങ്ങളെക്കൊണ്ട് ഒരെണ്ണം വെക്കുകയല്ല, നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി. ജോലിക്ക് പോവുകയും പഠിക്കാൻ പോവുകയും ചെയ്യുന്നവർക്ക് പോലും എളുപ്പത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ ഒരു ദിവസം 5 കരുണക്കൊന്ത ചെല്ലാൻ പറ്റും. ഒരു സംശയം വേണ്ട. ഒരു ദിവസം 5 കരുണക്കൊന്ത ചെല്ലാൻ പറ്റും. ഞാനും ശാലോമിൻ്റെ ഓഫീസിൽ ചൊല്ലി കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങളും കൊടുക്കുക. അമ്മമാർക്ക്, വീട്ടമ്മമാർക്കൊക്കെ, വീട്ടിലിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അല്പം വാർദ്ധക്യ സഹജമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് റിട്ടയർഡ് ലൈഫിലേക്ക് എത്തിയവർ, നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ചെല്ലാൻ പറ്റും. ദൈവജനമേ, പറ്റാവുന്നതിൻ്റെ പരമാവധി വേറൊരാളുടെ കുറവിനെ നമ്മൾ കവർ ചെയ്യണം, നമ്മൾ പൊതിഞ്ഞു പിടിക്കണം നമ്മുടെ അധിക പ്രാർത്ഥന കൊണ്ട്. അങ്ങനെ ഒരു വലിയ ശുശ്രൂഷയായിട്ട് ഈ കാരുണ്യ വഴിയുടെ ഭാഗമായി കരുണക്കൊന്തയുടെ ഒരു വലിയ കൂടാരം, ഒരു വലിയ പൂന്തോട്ടം കുരിശിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ ലോഞ്ചിങ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. യോഹന്നാൻ 1:35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. യൂട്യൂബിലാണിത് കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാം. എല്ലാ ടി വിയിലും എളുപ്പമല്ല. ഞാൻ ആവശ്യപ്പെടുന്നത് ഇവിടം കൊണ്ട് ഇതങ്ങ് പോസ് ചെയ്യുക. ഇതും കൂടെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? യോഹന്നാൻ 1:35 മുതൽ 45 വരെ വായിക്കണം. വായിച്ചിട്ട് അതിനകത്ത്
ആരൊക്കെ സുവിശേഷം പറയുന്നുണ്ട് എന്ന് നോക്കണം. യോഹന്നാൻ 1-ാം അധ്യായം 35 മുതൽ 45 വരെ വായിക്കുമ്പോൾ കേവലം 10-11 വാക്യങ്ങളേ ഉള്ളൂ. അത്രയൊന്ന് വായിക്കുക, അതിനുള്ള മനസ്സ് കാണിക്കുക, വായിച്ചിട്ട് അതിനകത്ത് ആരൊക്കെ സുവിശേഷം പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി എണ്ണമെടുക്കണം. ഇനിയിപ്പോൾ ചില ടി വിയിലൊക്കെ പ്രോഗ്രാം ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വെക്കാനും സേവ് ചെയ്ത് വെക്കാനും ഒക്കെയുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതൊക്കെ അറിയാവുന്നവരും ചെയ്യാൻ പറ്റുന്നവരുമാണെങ്കിൽ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ അങ്ങ് പോര്, നമുക്കിത് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ യോഹന്നാൻ 1:35 മുതൽ 45 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നതെന്നറിയാമോ? 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈശോ നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു. ആര്? സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. സുവിശേഷമാണ്. സ്നാപക യോഹന്നാൻ തൻ്റെ കൂടെയുള്ള 2 ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപക യോഹന്നാൻ്റെ നാവിൽ നിന്ന് സുവിശേഷം വരുന്നു. അടുത്തത് കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ 41-ാമത്തെ വാക്യം, ഈശോയുടെ കൂടെ താമസിച്ച അന്ത്രയോസും മറ്റൊരു ശിഷ്യനും, എന്നിട്ട് അവൻ ചെന്നിട്ട് ഇങ്ങനെ പറയാണ്, 41-ാം വാക്യം, അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടുവെന്ന് പറഞ്ഞു. സുവിശേഷം പറയുന്നു. അന്ത്രയോസ് ചേട്ടായിയോട്, പത്രോസിനോട് സുവിശേഷം പറയുന്നു. വീണ്ടും 45-ാമത്തെ വാക്യം, ഈശോയെ കണ്ട പീലിപ്പോസ് എന്ത് ചെയ്യുന്നു? നമ്മൾ വായിക്കുന്നത്, പീലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു? ആ ജോസഫിൻ്റെ മകനെ ഞങ്ങൾ കണ്ടു. സുവിശേഷം പറച്ചിലാണ്. അതായത് നമ്മൾ പറഞ്ഞു വരുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനുഭവിച്ചൊരു ദൈവത്തെ, നമ്മൾ മനസ്സിലാക്കിയ ഈശോയെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചേ, ഇത്രയും കാലത്തിനിടയ്ക്ക് ആരോടെങ്കിലും ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? സ്വന്തം വീട്ടിൽ ഭാര്യയോട് ഭർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നതല്ലാതെ, പിള്ളേരെ ഉപദേശിക്കുന്നതല്ലാതെ, ഈ വീടിൻ്റെ ബന്ധത്തിന് പുറത്ത്, ആവൃത്തിക്ക് പുറത്ത് ഒരു അപരിചിതനോട് ഇന്നേ വരെ ഈശോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈശോയെ അറിയാവോ എന്ന് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ എത്രയോ അപരിചിതരെ കാണും. അവരോട് നമ്മൾ ആ നേരത്ത് റാൻഡമായിട്ട് പരിചയപ്പെട്ട് എന്തൊക്കെ വിശേഷം പറയും. രാഷ്ട്രീയം പറയും, സിനിമ പറയും, വിലക്കയറ്റത്തെക്കുറിച്ച് പറയും, എല്ലാ വിഷയവും പറയും. നമ്മുടെ ആരുടെയെങ്കിലും വായിന്ന് ഈശോ എന്നൊരു വാക്ക് വരുവോ? ഈശോയെക്കുറിച്ച് സംസാരിക്കുവോ? അവൻ്റെ സുവിശേഷം പറയുവോ? നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടതിൻ്റെ സാക്ഷ്യം പറയുവോ? അങ്ങനെ പറയണമെന്ന്, സുവിശേഷം പറയണം. മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച്, അവൻ്റെ മഹിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമൂഹമായിട്ട് നിങ്ങൾ മാറണം. അപ്പം എന്താ അച്ഛൻ പറഞ്ഞു വരുന്നത് തന്നെയാണ്. ഇത് ബൈബിളിൽ ആകമാനം ഉണ്ടെന്നേ. സുവിശേഷത്തിലേക്ക് നോക്കിക്കേ. സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ മാലാഖമാർ വന്നിട്ട് പാട്ട് പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താ സംഭവം? മാലാഖമാർ ഭൂമിക്കൊരു സുവിശേഷം അറിയിക്കുകയാണ്. മാലാഖമാർ ഭൂമിക്കൊരു സദ്വാർത്ത അറിയിക്കുകയാണ്. മറിയം ഒരു നല്ല വിശേഷം കിട്ടിയപ്പോൾ മറിയം ആ നല്ല വിശേഷവുമായി എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മറിയം ആ നല്ല വിശേഷത്തെ പങ്കുവയ്ക്കുന്നു. എലിസബത്ത് അവളുടെ നല്ല വിശേഷത്തെ പങ്കുവയ്ക്കുന്നു. സുവിശേഷം പങ്കുവയ്ക്കുന്നു. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സമരിയാക്കാരി സ്ത്രീ. നിങ്ങൾക്കറിയാം, സമരിയാക്കാരി സ്ത്രീയുടെ ആ രംഗം, ആ എപ്പിസോഡ്, അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. ഇത് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. ചിലരുണ്ട് താല്പര്യമുള്ളവർ, സമയമുള്ളവർ. അപ്പോൾ അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. താല്പര്യവും സമയവും ഉള്ളവർ ഞാൻ പറയുന്ന ചില അധിക കാര്യങ്ങൾ അധിക താല്പര്യത്തോടെ ചെയ്യണം. ഇന്ന് അങ്ങനെ പറയുന്ന കാര്യം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കണം. എല്ലാവരും അല്ല, ഞാൻ പറഞ്ഞു താല്പര്യവും സമയവും ഉള്ളവർ. എല്ലാവരെയും ഭാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് ഹോംവർക്കൊക്കെ തന്നാലേ ചിലപ്പോൾ നിങ്ങൾ പകുതി വഴിക്ക് ഇട്ടിട്ട് പോകും. ഇത് ശല്യമാണ് ഈ പരിപാടി, ഫുൾ ഹോംവർക്കാണെന്ന് വിചാരിച്ച് നിങ്ങൾ മടുത്തു പോകാതിരിക്കാനാണ്. താല്പര്യവും സമയമുള്ളവർ യോഹന്നാൻ 4-ാം അധ്യായം വായിക്കണം. അതായത് ഈശോ ഈ പെണ്ണിനോട്, ഈ സമരിയാക്കാരിയോട് സംസാരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവൾ എന്താ ചെയ്യുന്നറിയാമോ? ഈ സമരിയാക്കാരി പോയി സുവിശേഷം പ്രസംഗിക്കുകയാണ്.
സമരിയാക്കാരി ആരവള്? ആ ദേശത്തിൻ്റെ കാഴ്ചയിൽ നോട്ടത്തിൽ അത്ര വെടിപ്പുള്ളവളല്ല സമരിയാക്കാരി. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ 6ാമത്തവൻ്റെ കൂടെയാണ്. അവനാകട്ടെ അവളുടെ ഭർത്താവല്ല. അപ്പം അത്ര വലിയ കൊള്ളാവുന്ന അഡ്രസ്സുള്ളവളല്ല ഈ സമരിയാക്കാരി. എന്നിട്ടും തൻ്റെ എല്ലാ ബലഹീനതകളും അറിയാവുന്ന സമരിയാക്കാരി ഒരിക്കൽ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈശോയെ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റെല്ലാം മറന്ന് ഒരു ദേശത്തോട് പോയി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു, നിങ്ങളും വാ. അവൾ അങ്ങനെ പറഞ്ഞിട്ടൊരു ഗ്രാമം മുഴുവൻ ഈശോയിലേക്ക് എത്തി. സുവിശേഷ പ്രഘോഷണം നടന്ന കണ്ടോ സമരിയാക്കാരി? നമുക്കും അങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണം നടത്തണം. അപ്പം നമ്മൾ പറയും, ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ ഉണ്ട്. എല്ലാ സുവിശേഷത്തിലും ഈശോ പറയുന്നില്ലേ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. മർക്കോസിൻ്റെ സുവിശേഷം 16:15. മർക്കോസ് 16:15. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും ഇത് പ്രഘോഷിക്കുവിൻ, ഈ സുവിശേഷം പ്രഘോഷിക്കുവിൻ. യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ ആരംഭത്തിലാണ് ഇത് ഏറ്റവും സുന്ദരമായിട്ട് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ, ഇതൊരു പക്ഷേ നിങ്ങൾ ഇതിന് മുമ്പും കേട്ടിട്ടുള്ളതായിരിക്കും. ഇല്ലെങ്കിൽ ബൈബിൾ എടുത്ത് അടിവരയിട്ട് വയ്ക്കുക. 1 യോഹന്നാൻ 1:1. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇതിങ്ങനെയാണ്: ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അതെന്താ പറയുന്നപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഈശോയെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. വൺസ് എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലെന്നേ. ഒരു നല്ല ഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ നമ്മൾ ആരോടെങ്കിലും പറയാതിരിക്കുമോ? അതെ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എറണാകുളം വരെ പോയി, ഒരു ആവശ്യത്തിന് പോയതാ. അപ്പോൾ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കണ്ടു, അവിടെ കയറി കഴിച്ചു. അയ്യോ എന്നാ നല്ല ഭക്ഷണമാണെന്നറിയാമോ? എപ്പോഴെങ്കിലും നിങ്ങൾ പോകുമ്പോൾ അവിടെ കയറി കഴിക്കണം കേട്ടോ. പറയത്തില്ലേ? എന്തുകൊണ്ട്? സുവിശേഷമാണത്. ഒരു നല്ല വാർത്ത പറയുകയാണ്. പിന്നെന്താ? ഇത്രയും കാലത്തിനിടയ്ക്ക് കർത്താവിനെ ഇത്രമേൽ അനുഭവിച്ച നമ്മൾ ആരോടും, ഒരു അപരിചിതനോട്, ഒരു സുഹൃത്തിനോട് അയ്യോ ഈശോയെ അടുത്ത് പോയി ഇരിക്കണം കേട്ടോ, എന്ത് നല്ല അനുഭവം എന്നറിയാമോ? എല്ലാ സങ്കടങ്ങളിലും എല്ലാ നിരാശയിലും അവൻ്റെ സാന്നിധ്യം നൽകുന്നൊരു ആശ്വാസമുണ്ട് കേട്ടോ. അതൊന്ന് ടേസ്റ്റ് ചെയ്യണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്തത് എന്താ? അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഓപ്ഷൻ ഇല്ലാതെ നൽകുന്ന ഹോംവർക്ക് തരട്ടെ. മറ്റേത് ഓപ്ഷനുള്ള ഹോംവർക്കാണ്, എല്ലാവർക്കും നിർബന്ധമില്ല. ഇത് എല്ലാവർക്കും നിർബന്ധമാണ്. കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ദൈവമേ ഇതെന്തൊരു പൊല്ലാപ്പാണ് എന്ന് വിചാരിക്കും. കാരുണ്യ വഴി എന്നൊരു ശുശ്രൂഷ, എന്ന ഒരു നോമ്പ് കാല ഒരുക്ക ശുശ്രൂഷ, വചനത്തെ അധികരിച്ചുകൊണ്ട് തിരുസഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് ഈശോയുടെ കാൽവരിയിലേക്ക് നടന്നു കയറുന്ന ഒരു കാരുണ്യ വഴി, അങ്ങനൊരു ശുശ്രൂഷ ശാലോം TV ഉണ്ടെന്ന്, അതിൽ ഞാൻ പങ്കെടുത്തുവെന്ന്, ഇന്ന് 2-ാം ദിവസം ഞാൻ കൂടിയെന്ന്, ഇത് കേട്ടാൽ നല്ലതാണെന്ന് 5 പേരെ വിളിച്ചു പറയണം. അച്ഛാ, എന്താ ബുദ്ധിപൂർവമായ പബ്ലിസിറ്റിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് നമ്മൾ ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്യണം. കാരണം ഇത് ഉത്തരവാദിത്വമാണ് നമ്മുടേത്. ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. അങ്ങനെ പറയുന്ന ആ 5 പേരില്ലേ, നിങ്ങളിപ്പോൾ ലിസ്റ്റ് റെഡിയാക്കുമല്ലോ, നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം നമുക്കറിയാം നമ്മുടെ അനിയത്തി ഇത് കൂടുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുത്തിട്ട് അനിയത്തി വിളിച്ചിട്ട്, അനിയടി 1-ാമത്തെ പേര് നിൻ്റെയാണ് കേട്ടോ, ഞാൻ അറിയിക്കാൻ പോകുന്നത്, എൻ്റെ 5 ലിസ്റ്റിൽ 1-ാമത്തെ നീയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഇന്നലത്തോട് കൂടുന്നുണ്ട്. പോരാ, അതറിയിച്ചാൽ പോരാ, വേറെ ഒരാളെ, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തൊരാളെ. ഇനി ആ 5 പേരിൽ ഒരാളെങ്കിലും, ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട, നിങ്ങൾ ഒരു സംശയവും ഡിസ്കഷനും ഒന്നും പോകണ്ട. ഈ 5 പേരിൽ ഒരാളെങ്കിലും ഒരു ഇതര മതസ്ഥനായിരിക്കണം. ഈശോയെ അറിയാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളായിരിക്കണം. അപ്പോൾ നിങ്ങൾ പറയാ, അച്ഛാ അതിൻ്റെ ആവശ്യം എന്താ? അപ്പം അതിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, അപ്പോൾ ഈശോ പിന്നെ എന്തിനാണ് നമ്മളോട് പറഞ്ഞത്? ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കാൻ ഈശോ എന്തിനാ പറഞ്ഞേ? അത് ഈശോ ചുമ്മാ വെറുപ്പാക്ക് പറഞ്ഞതല്ല, കൽപ്പനയാണ്. കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ, അനുവർത്തിക്കാൻ നമുക്ക് ഭയം വേണ്ട. നമ്മൾ ആരെയും ഒഫൻഡ് ചെയ്യല്ലോ, നമ്മൾ ആരെയാണ് ബലം പിടിപ്പിച്ച്, ഇല്ല, അങ്ങനൊന്നും ചെയ്യുന്നില്ല.
സ്നേഹത്തോടെ പറയണം, സ്നേഹത്തോടെ അതൊരു പക്ഷേ നമ്മുടെ അയൽപ്പക്കക്കാരനായിരിക്കും, നമ്മുടെ അയൽപ്പക്കത്തുണ്ടായിരിക്കും ഒരു ഇതര മത വിശ്വാസി ഉണ്ടായിരിക്കും. ഒന്ന് പറയണം, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് ആയിരിക്കും, പറയാമല്ലോ നിങ്ങൾക്ക്, ആ സൗഹൃദത്തിൻ്റെ പുറത്ത് പറയാമല്ലോ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പറയാമല്ലോ, ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ഈശോയെക്കുറിച്ച് കുറച്ച് അറിയണമെന്നുണ്ടോ, വചനത്തെക്കുറിച്ച് കുറച്ച് അറിയണമെന്നുണ്ടോ, ഒന്ന് കണ്ടു നോക്ക്. അപ്പം 5 പേരോട് സുവിശേഷം അറിയിക്കാൻ നിങ്ങളെ ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്, ഭരമേൽപ്പിക്കുകയാണ്. ആ കാര്യം ശ്രദ്ധയോടെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. സുവിശേഷത്തിൽ നിന്ന് കേട്ട് ലോകത്തോട് പ്രഘോഷിക്കേണ്ട ഒരു സന്ദേശത്തിൻ്റെ വാഹകരാണ് നമ്മൾ. എന്താണ് ആ സന്ദേശം? ദൈവം പ്രകാശമാണ്. ഗോഡ് ഈസ് ലൈറ്റ്. ഒരുപാട് ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം, പ്രകാശമായവൻ ദൈവം, അവനെ കാണ്, അവനിലേക്ക് നോക്ക്. ഹെബ്രായർ 2:12 സങ്കീർത്തനം 22 കോട്ട് ചെയ്തുകൊണ്ട് ഹെബ്രായ ലേഖകൻ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പറയുന്നു, അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. ഇന്ന് നിങ്ങളുടെ നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥനയും പ്രഖ്യാപനവും ഹെബ്രായർ 2:12. ഇന്ന് ദിവ്യകാരുണ്യ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവിങ്കിലേക്ക് നോക്കി നമ്മൾ പറയേണ്ട വർത്തമാനം ഹെബ്രായർ 2:12. അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന എൻ്റെ രഹസ്യമല്ല, മറിച്ച് അത് പീഠത്തിന്മേൽ വെക്കേണ്ട വിളക്കാണ്. ആ വിളക്ക് കണ്ട് മറ്റുള്ളവർക്ക് വെട്ടം കിട്ടാൻ തക്കവിധം കർത്താവിനെ പ്രഘോഷിക്കണം. ഈ ശുശ്രൂഷയെക്കുറിച്ച് എല്ലാവരോടും പറയണം. 5 പേരോട് ഉത്തരവാദിത്വമേറ്റ് നിങ്ങൾ പറഞ്ഞ് അറിയിച്ച് അവരെ കൂടെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കണം. കാരണം മറ്റൊരാൾക്ക് നോക്കാൻ പറ്റുന്ന, കർത്താവിങ്കിലേക്ക് ആകർഷിതരാകാൻ പറ്റുന്ന ഏറ്റവും നല്ല കാഴ്ച കുരിശാണ്. ഈശോ പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്നൊരു സമൂഹത്തെ നമുക്കൊരുമിച്ച് രൂപപ്പെടുത്തിയെടുക്കണം. ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയ്ക്കായി മുട്ടിന്മേൽ നിൽക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. മറ്റ് മതസ്ഥർ ഉൾപ്പെടെ 5 പേരോട് ശാലോം ടിവിയിലെ കാരുണ്യവഴി എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പങ്കുവയ്ക്കുക. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമായി തുല്യമായൊന്നുമില്ല നാഥനേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ നാഥ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ നാഥ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. മുൾക്കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്ത ജീവനേകും ദൈവകുഞ്ഞാടിന് നന്ദി ചൊല്ലാൻ നാവു പോരാ.
തുല്യമായൊന്നുമില്ല നാഥനെ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ നാഥ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ നാഥ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, കാരുണ്യ വഴിയുടെ 2-ാം നാൾ തിരുമുമ്പാകെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ധ്യാനിക്കട്ടെ. ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവിനെന്നുള്ളത് നിന്റെ കൽപ്പനയായിരുന്നല്ലോ. സുവിശേഷം മുഴുവൻ ഞങ്ങൾ കാണുന്നതും ഒരാൾ അവരറിഞ്ഞ സുവിശേഷത്തെ അപരനോട് പങ്കുവെക്കുന്നതാണല്ലോ. ഈശോയെ, ആയുസ്സിൻ്റെ ഈ നിമിഷം വരെ ജീവിച്ചു തീർത്തിട്ടും ഒത്തിരി പേരോടൊന്നും നിന്നെക്കുറിച്ച് പറയാൻ കഴിയാതെ പോയതിനെ ഓർത്ത് അനുതപിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന കാര്യം, മറ്റുള്ളവരോട് സത്യദൈവമായ നിന്നെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. പ്രത്യേകമായി ഈ ശുശ്രൂഷയെക്കുറിച്ച്, കാരുണ്യ വഴിയെക്കുറിച്ച്, കർത്താവിൻ്റെ കരുണയുടെ ധ്യാനത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഭരമേൽക്കുകയാണ്. ഈശോയെ, മടി കൂടാതെ, ജാള്യത കൂടാതെ നിന്നെക്കുറിച്ച് സംസാരിക്കാൻ തക്കവിധമുള്ള തീക്ഷ്ണത ഞങ്ങൾക്ക് പകർന്നു തരണമേ. ചെവികളിൽ പറഞ്ഞത് പുരമുകളിൽ പ്രഘോഷിക്കുവനെന്ന് ആഹ്വാനം ചെയ്തവനെ, ഞങ്ങൾക്ക് ലഭിച്ച ദൈവാനുഭവത്തെ, നിന്നിൽ നിന്നും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ട അനുഗ്രഹങ്ങളെ, പ്രാർത്ഥനയ്ക്കുത്തരം ലഭിച്ച നിമിഷങ്ങളെ മറ്റുള്ളവരോട് പങ്കുവെച്ച് അവരെ പ്രചോദിപ്പിച്ച് അവരെയും നിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ നീ ഉപകരണമാക്കണം. കേവലം സാധാരണക്കാരിയായ സമരിയാക്കാരിയിൽ നീ പ്രവർത്തിച്ചപ്പോൾ ഒരു ഗ്രാമത്തെ മുഴുവൻ അവൾ നിന്നിലേക്ക് ആകർഷിച്ചതുപോലെ കർത്താവേ, സാധാരണക്കാരായ ഞങ്ങളിലൂടെ മറ്റുള്ളവർ നിന്നിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. ഈശോയെ, ഇന്നത്തെ ആരാധനയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെ പ്രഘോഷിക്കുന്ന എല്ലാ മിഷണറിമാരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ കൽപ്പനയെ ജീവിതം കൊണ്ടേറ്റെടുത്ത് അത് അച്ചട്ടായി നിർവഹിക്കുന്ന മിഷണറിമാരെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്നെ അറിയാത്ത ദേശങ്ങളിൽ നിന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന, ആ ദേശത്തിൻ്റെ ഭാഷ പഠിച്ച് ആ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കർത്താവേ നിന്റെ സുവിശേഷം പങ്കുവെച്ചു കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ കാക്കണമേ. നീ അവർക്ക് തുണയായി കൂടെ ഉണ്ടാകണമേ. അവരുടെ ഏകാന്തതകളിൽ, അവരെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നീ അവരെ ബലപ്പെടുത്തണമേ. മിഷണറി ആവുക എന്നത് മറ്റു ദേശങ്ങളിൽ പോയി ചെയ്യേണ്ടത് മാത്രമല്ല, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ, ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ, ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളോടൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളും പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തമാണ് മിഷണറി എന്നത് മനസ്സിലാക്കുക. നിന്നെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക. ഞങ്ങളെ നീ ഉപകരണമാക്കണമേ. അങ്ങനെ ലോകം മുഴുവൻ സുവിശേഷം കത്തിപ്പടരട്ടെ. ലോകമെങ്ങും നിന്നെക്കുറിച്ച് അറിയട്ടെ. ലോകം മുഴുവൻ നിന്നെ ആരാധിക്കട്ടെ. അത്തരത്തിൽ നിന്റെ സുവിശേഷം ലോകത്തിൻ്റെ 4 ദിക്കുകളിലേക്കും എല്ലാ ദേശങ്ങളിലേക്കും പടരട്ടെ. ദേശവാസികൾ നിന്നെ പ്രഘോഷിക്കുന്ന, നിന്നെ സ്തുതിക്കുന്ന സാഹചര്യമുണ്ടാകട്ടെ. ഈശോയെ, സുവിശേഷ പ്രഘോഷണത്തെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത്, നിയോഗമായി ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെയും സുവിശേഷം പറയാൻ ഈശോയെ നീ ഉപകരണമാക്കണമേ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കണമേ ഈ ശിശിരാ നിന്ദാസരിൽ ആശിഷമാരി അയക്കണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ഒരു പുത്തൻ അഭിഷേകം ലോകം മുഴുവനും ഉണ്ടാകുവാൻ നിന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടട്ടെ. എല്ലാവരും നിന്നെ അറിയട്ടെ. അതിനു തക്കവിധം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് യാചിച്ചുകൊണ്ട് കരങ്ങൾ ചെറുതായി തുറന്നു പിടിച്ച് എല്ലാവരും ചേർന്ന് മനസ്സറിഞ്ഞ് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കട്ടെ. ദേശമെല്ലാം ഉണർന്നിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കണമേ ഈ ശിശിരാ നിന്ദാസരിൽ ആശിഷമാരി അയക്കണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് തിരുമ്പാകെ കരുണക്കൊന്ത് ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ
പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ.
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ആരാധനയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ദൈവകരുണയ്ക്കായി യാചിച്ച നമുക്ക് ഈ ആശീർവാദത്തിൻ്റെ നേരത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ സാക്ഷ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗിക്കാം. ഞങ്ങളുടെ ചാരത്തെത്തുന്നവരോട് നിന്നെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ ഉള്ള ബലം ഞങ്ങൾക്ക് നൽകണമേ. ഒപ്പം വിദൂര ദേശങ്ങളിൽ നിന്നെ പ്രഘോഷിക്കുന്ന എല്ലാ മിഷണറിമാർക്കും ഇനിയും ധീരതയോടെ, അവസാനിക്കാത്ത ആവേശത്തോടെ നിന്നെ പ്രഘോഷിക്കാൻ തക്കവിധം നിന്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാരുണ്യ വഴി ശുശ്രൂഷ ഒരുപാട് പേരിലേക്ക് എത്തുവാൻ, ഒരുപാട് പേർക്ക് ഈശോയെ, അവൻ്റെ സ്നേഹത്തെ കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാക്കുവാൻ, ഹൃദയം കൊണ്ട് അവൻ്റെ കുരിശ് കാണുവാൻ തക്കവിധം കർത്താവേ, ഞങ്ങളെ നീ ഉപകരണമാക്കണമേ എന്ന് നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമായി തുല്യമായൊന്നുമില്ല
ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ.